സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. അത് തീർക്കാൻ പറ്റത്തില്ല, കോടതി തീർക്കാന്ന് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. എന്താ ഇവിടെ എനിക്കറിയില്ല. വിഷയം വേറൊന്നുമില്ല, രേണുസുധിയും ഫാമിലിയും കൂടി ചേർന്ന് എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഞങ്ങൾ നേരെ കോർട്ടിൽ പോകും. ഞങ്ങളിവിടെ വന്ന് പേടിപ്പിച്ചു വിടുവാ. ഞങ്ങളെ ദേഷ്യപ്പെട്ട് ഞങ്ങൾ അവരെ കാര്യം പറഞ്ഞ കാര്യം പോലീസുകാർ ദേഷ്യപ്പെട്ട് വിടുവാ. അത് കോർട്ട് തീരുമാനിച്ചാൽ മതിയെന്ന്, പോലീസുകാർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അതെന്താണ് സംഭവം എന്ന്. ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു മര്യാദ വേണ്ടേ? ചെറുതായിട്ട് പോയി എന്റെ തൊപ്പി പോയി ഉറപ്പായി. എന്ത് ദേഷ്യപ്പെടുവാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. എന്ത് കാരണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുല്യ പൊക്കി എടുത്ത് പറയുക, വന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഇതെന്താ സൂചേട്ടാ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ? അവിടെ ഇരുന്ന പോലീസുകാർക്കും എല്ലാ സാറന്മാർക്കും കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കി. ഞാൻ ഒരു കാര്യവും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്. വെറുതെ അല്ലേ ചോദിച്ചോക്ക്. ഞാൻ കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ? എന്നെ ഇട്ട് ഈ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ സമൂഹത്തിനോട് ചോദിക്കുന്നത്. ഒന്നുമില്ല, ചുമ്മാ പറ. ഒന്നുമില്ല, ഇല്ലട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ ഇവര് താമസം മാറി 6 മാസമേ ആയുള്ളൂ. കാരണം ഞങ്ങള് അതിന്റെ അടുത്ത് തന്നെ ഒരു വീട് റെന്റിനെടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ ഭാഗത്താനമായിരുന്നു ഞങ്ങളുടെ സ്റ്റേഷൻ. അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഇതിന് മുമ്പ് ഞങ്ങൾ ഭാഗത്താനമായിരുന്നു ഞങ്ങളുടെ സ്റ്റേഷൻ. അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്പോട്ടിൽ തന്നെ FIR ഇട്ട് എന്റെ പേരിൽ കേസ് എടുത്ത് എന്നെ അറസ്റ്റിലാക്കിയാണ്. അത് ശരിയാ, അത് ശരിയാ. സന്തോഷായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ചത്തോടെ കേട്ടായിരുന്നില്ലേ?